നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് എഫേസ്യ ലേഖനം 6:12 ഒന്നാം ഭാഗത്ത് വ്യക്തമാക്കുമ്പോൾ, ഈ ലോക ജീവിതത്തിൽ നമ്മോട് പോരാടുന്നത് ആരാണെന്നും ആരെയാണ് നാം പ്രതിരോധിച്ച് ആത്മീയ ജീവിതത്തിൽ മുന്നേറേണ്ടതെന്നും, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രയെന്ന് 6-ാം അധ്യായത്തിൻ്റെ 12-ാം തിരുവചനത്തിൻ്റെ 2-ാം ഭാഗം വെളിപ്പെടുത്തുന്നു. വായുമണ്ഡലത്തിലെ ദുഷ്ടശക്തികളെക്കുറിച്ച് പുരാതന യവന യഹൂദ മതവ്യാഖ്യാനങ്ങളിൽ പറയുന്നുണ്ട്. ഈ ലോകം കുറേ നാളത്തേക്ക് സാത്താനെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് യഹൂദന്മാരുടെ വെളിപാട് സാഹിത്യത്തിൽ പറഞ്ഞിരിക്കുന്നതും ക്രിസ്തുവിൻ്റെ രക്ഷാപദ്ധതിയുമായി ബന്ധപ്പെടുത്തിയാണ്. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ തള്ളിക്കളയുമെന്ന് വിശുദ്ധ യോഹന്നാൻ 12:31 ഞാൻ നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോടൊരു കാര്യവുമില്ല എന്ന് വിശുദ്ധ യോഹന്നാൻ 14:30 നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെയെന്ന് വിശുദ്ധ യോഹന്നാൻ 16:11 രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ സാത്താനും അവൻ്റെ അന്ധകാര ശക്തികളും ഇപ്പോഴും ഭൂമിയിൽ വാഴുന്നു എന്നതിന് ഒരു തെളിവാണ് യേശു സ്നാനത്തിന് ശേഷം 40 ദിവസം ഉപവസിക്കുകയും അവന് വിശന്നപ്പോൾ പരീക്ഷകനായ സാത്താൻ അടുത്തു വന്ന് യേശുവിനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ച്, ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിൻ്റേതാകുമെന്ന് അവനോട് പറഞ്ഞത് വിശുദ്ധ ലൂക്കോസ് 4:5-7 വരെ. എന്നാൽ യേശുക്രിസ്തു ക്രൂശുമരണത്താൽ ആദാമ്യ സന്തതിയുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. ഉയർത്തെഴുന്നേൽപ്പിലൂടെ സാത്താനെയും ലോകത്തിൻ്റെ അന്ധകാര ശക്തികളെയും ജയിച്ചു. തന്നിൽ വിശ്വസിക്കുന്ന ജനത്തെ അവിടുത്തെ യോഗ്യതയാൽ മാമോദീസായിലൂടെ നീതീകരിച്ച്, മൂറോനഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിനെ തന്ന് വിശുദ്ധീകരിച്ച്, കർത്താവിൻ്റെ ശരീരവും സഭയുമാകുന്ന സ്വർഗരാജ്യം അഥവാ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിച്ച് അതിലാക്കി. എന്നാൽ നിത്യരാജ്യത്തിലേക്കുള്ള യാത്രയിൽ ദൈവരാജ്യത്തിൽ വസിക്കുന്നവർക്കും സാത്താനിൽ നിന്നും പോരാട്ടമുണ്ടാകാം. കാരണം ഈ ഭൂമിയിൽ ദൈവം സ്ഥാപിച്ച ദൈവരാജ്യത്തിൽ വസിച്ച് ജീവിതയാത്രയിലൂടെ അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതിൻ്റെ ഭാഗമായി ജനനത്തിലൂടെയും സ്നാനത്തിലൂടെയും ലഭിച്ച വിശ്വാസം ജീവിതത്തിലെ പ്രവൃത്തിയിലൂടെ ഉജ്ജ്വലിപ്പിച്ച് ശത്രുവാകുന്ന സാത്താനെ ജയിച്ച് നിത്യതയ്ക്ക് നാം യോഗ്യത നേടണം. എങ്കിലും നിത്യത ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. നീതീകരിക്കപ്പെട്ട വിശ്വാസിയെ ഇനിയും ഛർദ്ദിച്ചതിലേക്ക് തിരിയുന്ന നായയെപ്പോലെ പിന്നെയും സാത്താനിലേക്ക് തിരിഞ്ഞു പോകാതെ അവിടുത്തെ രാജ്യത്തിൽ വസിച്ച് നിത്യതയിലേക്ക് മുന്നേറുമ്പോൾ ഉണ്ടാകുന്ന പൈശാചിക ശക്തികളുടെ ആക്രമണത്തെ തടയുവാനും ജയിക്കുവാനും അനുദിനം ദൈവരാജ്യത്തിൽ മുന്നേറുവാനുമാണ് എഫേസ്യ ലേഖനം 6:10-17 വരെയുള്ള ഭാഗങ്ങളിൽ കൂടി ദൈവം കനിഞ്ഞു തന്നിരിക്കുന്ന ക്രിസ്തീയ സർവായുധ വർഗങ്ങൾ. അവ നമ്മുടെ ക്രിസ്തീയ യാത്രയിൽ ആവശ്യമാണ്, അനിവാര്യമാണ്. ഈ പോരാട്ട വിജയത്തിന് അത് തീർച്ചയായിട്ടും അനിവാര്യമാണ്. അതുകൊണ്ട് ദൈവം നൽകിയ ക്രിസ്തീയ സർവായുധവർഗം നമുക്ക് ധരിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.